നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിശ്വാസികൾക്ക് വേണ്ടി പിണറായി വിജയൻ ചെയ്ത ഒരേ ഒരു നല്ല കാര്യം ശബരിമലയിലേക്ക് കെ ജയകുമാർ IAS നിയമിച്ചു എന്നുള്ളത് മാത്രമാണ്. ശബരിമലയിൽ വികസനം എങ്ങനെ നടപ്പാക്കണമെന്നും വിശ്വാസം എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായ അവബോധം കെ ജയകുമാറിനുണ്ട്. അദ്ദേഹം അധികാരം ഏറ്റെടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല. എങ്കിൽ തന്നെയും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ വിവരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട്. അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വിശ്വാസികൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതായത് ശബരിമലയിലെ വിശ്വാസം സംരക്ഷിക്കപ്പെടും എന്നുള്ളത്. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്ഷേത്രങ്ങളിലെ നടത്തിപ്പ് ഭക്തരുടെ പണം കൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് വിശ്വാസം സംരക്ഷിക്കുക തന്നെ ചെയ്യണം എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. പിണറായി വിജയൻ വലിയ പൊട്ടിത്തെറി, അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തെറിയിൽ കേരളം നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് തിടുക്കപ്പെട്ട് ശബരിമലയിലേക്ക് ഒരു നിയമനം നടത്തിയിരിക്കുന്നത്. CPM-ൽ വലിയ അടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെ നിയമിക്കും എന്നുള്ളതിൽ. വീണ്ടും CPM-കാരെ, അതായത് സഖാക്കളെ തന്നെ നിയമിക്കണം എന്നുള്ള കാര്യങ്ങളായിരുന്നു ഒട്ടുമിക്ക മുതിർന്ന നേതാക്കളും വാദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതൊന്നും കേൾക്കാതെ പിണറായി വിജയൻ അബുദാബിയിൽ ഇരുന്നു കൊണ്ട് ഒരു കൃത്യമായ കളിയാണ് കളിച്ചത്. വലിയ പൊട്ടിത്തെറി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശബരിമലയിൽ ജനകീയ മുഖമുള്ള ഒരാൾ വരണം. അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു രാഷ്ട്രീയ നിയമനമാണ് നടത്തുന്നതെങ്കിൽ CPM-നെ ജനങ്ങൾ, പ്രത്യേകിച്ച് വിശ്വാസികൾ കാർക്കിച്ചു തുപ്പും. ആ ഒരു അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ ശബരിമലയുമായി കൃത്യമായ എല്ലാ വിവരങ്ങളും അറിയാവുന്ന ജയകുമാറിനെ തന്നെ പിണറായി തപ്പിപ്പിടിക്കുകയായിരുന്നു. ഒന്ന് ഓർത്തു നോക്കണം, ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് G. സുധാകരനായിരുന്നു ഈ പറയുന്ന ജയകുമാറിനെ അവിടേക്ക് എത്തിക്കുന്നത്. അതായത് G. സുധാകരന്റെ ആ മികച്ച തീരുമാനം വീണ്ടും പിണറായിക്ക് നടപ്പാക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കൃത്യമായ കാര്യങ്ങളാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയകുമാർ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. മികച്ചതും കുറ്റമറ്റതുമായ ഒരു സിസ്റ്റത്തിന്റെ അഭാവമാണ് ശബരിമലയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നാണ് ജയകുമാർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതുവരെ ശബരിമല കുത്തഴിഞ്ഞു കിടക്കുക തന്നെയായിരുന്നുവെന്ന് അദ്ദേഹം വെട്ടിത്തുറന്ന് പറയുകയാണ്. ദേവസ്വം ബോർഡിന് ഘടനാപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നും സ്വർണ്ണക്കടത്ത് തന്നെ അതിശയപ്പെടുത്തിയില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നവർ സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്ന്. അവിടെ ശബരിമലയിൽ കൊള്ള നടക്കുമെന്ന് അറിയാമായിരുന്നു എന്നാണ് ഈ പറയുന്ന, അത് അങ്ങനെ ഒരു സംഭവം നടന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല എന്ന് ജയകുമാർ തന്നെ പറയുമ്പോൾ ശബരിമലയെ ചക്കരക്കുടമാക്കിയവർ കട്ട് തിന്നു ബോധിച്ചു എന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുകയല്ലേ. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജയകുമാർ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. ശബരിമലയിലെ നിലവിലെ സിസ്റ്റം വളരെ ദുർബലമാണ്. ലൂപ്പ് ഹോൾസ് ഒരുപാടുണ്ട്. കോടതിയുടെ മേൽനോട്ടം ഉണ്ടെന്നത് വലിയ ആശ്വാസമാണ്. ബോർഡ് നടത്തിക്കൊണ്ടു പോകുന്നവരുടെ പ്രൊഫഷണലിസവും വലിയൊരു ഘടകമാണ്. സാങ്കേതിക വിദ്യ കൂടുതൽ നടപ്പിലാക്കിയാൽ നിരവധി പ്രശ്നങ്ങൾ കുറയ്ക്കാൻ കഴിയും. സ്പോൺസർഷിപ്പ് നല്ലൊരു കാര്യമാണ്. എന്നാൽ സ്പോൺസർമാരുമായി ഡീല് ചെയ്യാനുള്ള സംവിധാനം ശബരിമലയിലില്ല. അതുകൊണ്ടാണ് ഇടനിലക്കാർ വരുന്നത്. ശബരിമലയിലെ നിലവിലെ സിസ്റ്റം ഇടനിലക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഈ ഇടനിലക്കാർ കയറിക്കൂടിയാണ് അവിടെ ഏറ്റവും വലിയ കൊള്ളയ്ക്ക് കൂടി വഴി വെച്ചിരിക്കുന്നത്. അതായത് ഇടനിലക്കാരെ കൊണ്ട് നിർത്തി അതിന്റെ മറവിൽ വലിയ കൊള്ള നടത്തി വമ്പന്മാർ തടി തപ്പിയിട്ടുണ്ട്. ആ വമ്പന്മാരുടെ പേരുകൾക്കായിട്ടാണ് കേരളം ഇനി കാത്തിരിക്കുന്നത്. ജയകുമാറും പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇടനിലക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ശബരിമലയിലെ സിസ്റ്റം എന്നാണ്. ആരാണ് ഈ സിസ്റ്റം കൊണ്ടുവന്നത്? അതൊരു ചോദ്യമല്ലേ. പിണറായി വിജയന്റെ കാലത്ത് വലിയ പൊളിച്ചെഴുത്തുകൾ ശബരിമലയിൽ നടന്നിട്ടുണ്ട്. അത് വിശ്വാസം സംരക്ഷിക്കുന്നതിനല്ല, മറിച്ച് കൊള്ളക്കാർക്ക് കൊള്ള നടത്തുന്നതിന് വേണ്ടിയുള്ള പൊളിച്ചെഴുത്തായിരുന്നു. നിക്ഷിപ്തവും കുറ്റമറ്റതുമായ ഒരു സിസ്റ്റം വന്നാൽ ശബരിമല പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന് ജയകുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് കൊള്ള നടക്കാത്ത, വിശ്വാസം അതേപടി സംരക്ഷിക്കുന്ന ഒരു സിസ്റ്റം അവിടെ കൊണ്ടുവരാൻ കഴിയും. അതിന് തന്റെ കൂടെ പ്രവർത്തിക്കുന്നവർ കൂടി വിചാരിക്കണം എന്ന് ജയകുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ വിശ്വാസം സംരക്ഷിക്കാൻ തനിക്കറിയാമെന്നും ജയകുമാർ പറയുന്നു. ഇത് സർക്കാരിനുള്ള മുന്നറിയിപ്പാണ്. ദേവസ്വം ബോർഡിന്റെ ഭരണം കൂടുതൽ ആധുനികവൽക്കരിക്കണം. ആചാരവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് സർക്കാർ ഓഫീസ് പോലെ ശബരിമലയെ നടത്തിക്കൊണ്ടു പോവുക ബുദ്ധിമുട്ടാണ്. ഭക്തരുമായി സംവാദം, വസ്തുനിഷ്ഠത, സുതാര്യത എന്നിവ ഉണ്ടാക്കണം. തീർച്ചയായും ബോർഡിന്റെ ഭരണം നവീകരിക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ പ്രതിസന്ധി ആധുനികവൽക്കരണത്തിനുള്ള അവസരമായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സിസ്റ്റങ്ങളെല്ലാം സുതാര്യമായ രീതിയിൽ അഴിച്ചുപണിയണം.
ഒരു സീസൺ കഴിഞ്ഞാൽ അടുത്ത സീസണിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങണം. ഇതിനുവേണ്ടിയുള്ള ഫുൾ ടൈം സംവിധാനം ഉണ്ടാകണം. ബോർഡിന്റെ കീഴിലുള്ള മൊത്തം ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ ശബരിമലയെ കാണരുത്. അങ്ങനെ കണ്ടാൽ ഒരിക്കലും പ്രശ്നങ്ങൾ തീരില്ല. ഭക്തരുടെ പൈസ കൊണ്ടാണ് ബോർഡ് നടത്തിക്കൊണ്ടു പോകുന്നത് എന്ന ധാരണ വേണം. അതിനാൽ ഭക്തരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് ബോർഡിന്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് ജയകുമാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശബരിമല ഒരു സാധാരണ ക്ഷേത്രമല്ല. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന ഒരിടമാണ്. അതിനെ മറ്റ് ക്ഷേത്രങ്ങളെ കാണുന്നത് പോലെ കാണരുത്, പരിപാലിക്കരുത്. അതിന് മറിച്ചൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം കൃത്യമായി മുൻപോട്ട് കൊണ്ടുപോയാൽ ശബരിമല സ്മൂത്തായി നടപ്പിലാകും എന്ന്, അവിടുത്തെ വികസനവും വിശ്വാസവും എല്ലാം ഒരേപോലെ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് ജയകുമാർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഒരു ഉദ്യോഗസ്ഥന്റെ നിയമനവും രാഷ്ട്രീയക്കാരന്റെ നിയമനവും തമ്മിൽ വേർതിരിച്ച് കാണേണ്ടത്. രാഷ്ട്രീയക്കാരനായ വാസു ശബരിമലയിൽ അതിന്റെ തലപ്പത്തെത്തിയപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? വലിയ കൊള്ളയ്ക്ക് വഴിവെച്ചു കൊടുത്തു. വലിയ കൊള്ള നടന്നു. അയ്യപ്പന്റെ സമ്പത്ത്, സ്വർണം എല്ലാം അടിച്ചുകൊണ്ടുപോയി. എന്നാൽ മറിച്ച് അവിടെ ഒരു IAS ഉദ്യോഗസ്ഥൻ അതിന്റെ തലപ്പത്തേക്ക് വരുമ്പോൾ ഘടനാപരമായ ഒരു പൊളിച്ചെഴുത്താണ് ഇനി ശബരിമലയിൽ നടക്കാൻ പോകുന്നത്. അതായത് ഒരു കൊള്ളയും ഇനി നടക്കാൻ പോകുന്നില്ല. ഒന്നിലും മായം ചേർക്കാൻ പാടില്ല. എല്ലാത്തിലും വിശ്വാസത്തിന്റെ ഒരു നൈർമല്യം ഉണ്ടാകണമെന്നുകൂടി ജയകുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് വിശ്വാസമാണ് പരമപ്രധാനം. ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ ലക്ഷക്കണക്കിന് ഭക്തർ ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വിശ്വാസം സംരക്ഷിക്കാൻ കഴിയണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ഒരു ഉദ്യോഗസ്ഥന്റെ കാര്യപ്രാപ്തി. നമ്മൾ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. വഴിപാടുകളുടെ പവിത്രതയും ഗുണനിലവാരവും ഉറപ്പാക്കണമെന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എത്രയോ ആൾക്കാരാണ് ശബരിമലയിൽ നിന്ന് അപ്പവും അരവണയും ഒക്കെ കൊണ്ടുപോകുന്നത്. മുൻകാലങ്ങളിലൊക്കെ കേട്ട ഏറ്റവും വലിയ പഴിയായിരുന്നു ഈ അരവണയിലൊക്കെ എലിവാലി കിട്ടുന്നു എന്നൊക്കെ ഉള്ളത്. എന്നാൽ അതെല്ലാം പവിത്രമായ ഒന്നാണ്. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതൊക്കെ ഏറ്റവും പവിത്രതയോടുകൂടി വിശ്വാസികളുടെ കൈകളിലേക്ക് എത്തുമ്പോഴാണ് ശബരിമലയിലെ വിശ്വാസം പൂർണ്ണമാകുന്നത്. അത് ഉറപ്പാക്കാൻ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് കഴിയണം. അതിന് കഴിവില്ലാത്തവരെ ദേവസ്വം ബോർഡിൽ നിന്ന് പുറത്താക്കുകയാണ് വേണ്ടത്. മറ്റൊരു കാര്യവും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് സർക്കാർ എല്ലാ കാലത്തും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പഴിയുണ്ട്. അതായത് ക്ഷേത്രങ്ങളിലെ സമ്പത്ത് മുഴുവൻ സർക്കാരിലേക്ക് പോകുന്നു എന്നുള്ളത്. അതിനെക്കുറിച്ചും കൃത്യമായി അദ്ദേഹം വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ദേവസ്വത്തിന്റെ അധീനതയിലുള്ള ക്ഷേത്രങ്ങളിലെ പണം മറ്റു പലർക്കും കൊടുക്കുന്നു എന്നുള്ളത് വെറും ദുഷ്പ്രചരണം മാത്രമാണ് എന്നാണ് ജയകുമാർ പറയുന്നത്. ദേവസ്വം ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പണം സർക്കാർ മറ്റു കാര്യങ്ങൾക്കായി ചെലവഴിക്കുന്നുവെന്ന് വ്യാപകമായ തെറ്റായ ഒരു പ്രചാരണമുണ്ട്. ഇതിലൂടെ ധ്രുവീകരണവും ആശയക്കുഴപ്പവും സൃഷ്ടിക്കലുമാണ് ലക്ഷ്യമിടുന്നത്. ബോർഡിൽ നിന്ന് ഒരു പൈസ പോലും സർക്കാർ വാങ്ങുന്നില്ല. അത് അസാധ്യമാണ്. കോടതി അനുമതിയില്ലാതെ ബോർഡിന് സ്ഥിര നിക്ഷേപം പിൻവലിക്കാൻ പോലും കഴിയില്ല. സർക്കാരിന്റെ ഫണ്ട് വകമാറ്റത്തിന്റെ അവകാശവാദങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണ് എന്ന് ജയകുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അവിടുത്തെ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. സർക്കാർ അവിടെ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാലും അത് ഹൈക്കോടതിയിൽ അറിയിക്കണം. ഹൈക്കോടതിയിൽ ശബരിമലയുടെ ബെഞ്ചുണ്ട്. ആ ബെഞ്ചിനെ അറിയിച്ചേ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നിയമനം ഒരു നിയോഗമായി കാണുന്നുവെന്നാണ് ജയകുമാർ പറയുന്നത്. വല്ലാത്തൊരു സമയത്താണ് ഈ നിയോഗം തന്നെ തേടി വന്നിരിക്കുന്നത്. ഈശ്വര വിശ്വാസിയാണ്, എന്നെ പരിഗണിക്കുമെന്ന് കരുതിയിരുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി തന്നെ നിയമിക്കുന്നത് സംബന്ധിച്ച് VN വാസവൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. തൃശൂരിൽ വെച്ച് മന്ത്രിയെ കണ്ടിരുന്നുവെന്നും ജയകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മണ്ഡല മകരവിളക്ക് സീസൺ 17-ന് തുടങ്ങുകയാണ്. എത്രയും പെട്ടെന്ന് ഉത്തരവ് കിട്ടിയാൽ ചാർജ് എടുക്കാമെന്നാണ് കരുതുന്നത്. 2 മാസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനം ഭംഗിയായി പൂർത്തിയാക്കുന്നതിനായിരിക്കും മുൻഗണന നൽകുകയെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ബോർഡ് മുന്നൊരുക്കങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന്റെ തുടർച്ചയായ നടപടികൾ സ്വീകരിക്കും. കുറ്റമറ്റ രീതിയിൽ ഭക്തർക്ക് സന്തോഷകരമായ ദർശനം ഒരുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും. കാത്തിരിപ്പ് സമയം, വൃത്തി, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ സുഗമമായാൽ തന്നെ പ്രശ്നങ്ങൾ കുറയും. ഒരാശങ്കയും പദവി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഇല്ല. എല്ലാ കിരീടങ്ങളിലും മുള്ളുള്ളതായി തോന്നുന്നില്ല. അത് വെക്കുന്നത് പോലെ ഇരിക്കും. ഇപ്പോൾ സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ നിയമപരമായ മാറ്റങ്ങൾ പരിഗണിക്കുമെന്നും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും തന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുകൂടിയാണ് ജയകുമാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ശബരിമലയെ ഇനി ആരും ചക്കരക്കുടമായി കാണണ്ട. അങ്ങനെ കണ്ടാൽ, അങ്ങനെ കാണുന്നവരെ പറപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ജയകുമാറിന്റെ കൃത്യമായ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.